ഏകപക്ഷീയമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടായി, തെരഞ്ഞെടുപ്പിൽ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അനീതി ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം ചെറുത്തുകൊണ്ടും ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരു കംഫർട്ടബിൾ മെജോറിറ്റി കിട്ടുന്ന ഒരു ഫലമായിരിക്കും 4-ാം തീയതി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിനെ പ്രധാനപ്പെട്ട എല്ലാ റിപ്പോർട്ടിംഗ് ഏജൻസികളും എക്സിറ്റ് ഫലം പ്രഖ്യാപിച്ച എല്ലാവരും തന്നെ കേരളത്തിലൊരു ഭരണമാറ്റത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഫലപ്രഖ്യാപനങ്ങളാണ് അവർ സൂചന നൽകിയിട്ടുള്ളത്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ ചർച്ചകൾ തുടരുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് അതിനകത്തൊരു മറുപടി? അത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അനവസരത്തിലുള്ള ചർച്ചയാണ്. കോൺഗ്രസിന് എല്ലാവരും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്, വ്യക്തമായ കീഴ്വഴക്കം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, നടപടിക്രമമുണ്ട്. അത് പാലിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ ഞങ്ങൾ നിശ്ചയിക്കും, അത് പ്രഖ്യാപിക്കും. അങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. എല്ലാ ഭാഗങ്ങളും കണക്കിലെടുത്തുകൊണ്ട് കോൺഗ്രസിലെ വിജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായം ഹൈക്കമാൻഡ് ആരായും ഹൈക്കമാൻഡാണ് അന്തിമമായിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നത്. ഇത്തരം അഭിപ്രായങ്ങളെ ഞങ്ങൾ എല്ലാ ജനങ്ങളുടെ അഭിപ്രായങ്ങളും കോൺഗ്രസ് നേതൃത്വം എല്ലാവരെയും ശക്തമായിട്ട് പരിഗണിക്കും, പരിശോധിച്ച് തന്നെ ഉചിതമായിട്ടുള്ള തീരുമാനമുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. കോൺഗ്രസ് MLA-മാരുടെ ഒപ്പീനിയൻ ചോദിക്കും. ഇങ്ങനെയാണ് ഇതിനോടുള്ള കീഴ്വഴക്കം. ദാറ്റ്സ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഫോർമുല ദാറ്റ് വിൽ ബി അഡോപ്റ്റഡ്. അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. പേര് ഞാൻ പറയണോ? സിദ്ദീഖിനെ ഇരുത്തിക്കൊണ്ട് IC അപ്പുറത്ത് വരൂല്ലേ? മറ്റൊന്ന് വലിയ വിവാദമായിട്ടുള്ളത് നിങ്ങളുടെ വീടിന്റെ നിർമ്മാണം സംബന്ധിച്ചാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുടനീളം അത് വലിയ ചർച്ചയായിട്ട് മാറുക. എന്നാണ് വീട് പണി തുടങ്ങാൻ വേണ്ടി കഴിയും, പൂർണ്ണത്തിലാവുക? അന്ന് നിങ്ങൾ ആ കാര്യം ചോദിച്ചത് നന്നായി. ഞങ്ങളെ വീടിന്റെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായും വ്യക്തമായിട്ടും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന്, കോൺഗ്രസ് പാർട്ടി ഈ വയനാട് ദുരന്തമുണ്ടായ ആ ദിവസം രാത്രി മുതൽ ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് രക്ഷാപ്രവർത്തനവും അതുപോലെ പുനരധിവാസ പ്രവർത്തനത്തിനും നേതൃത്വം നൽകിയ ജനപ്രതിനിധികളാണ്. ഞാനെന്ന് വരുമ്പോൾ അന്ന് ഞാൻ KPC പ്രസിഡന്റ് അല്ല. തുടർഭരണമോ ഭരണമാറ്റമോ കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.